ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് 2 അലിഗേറ്റർ ക്ലിപ്പും ഒരു ഹെയർ ബാൻഡും ആണ് കേട്ടോ. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കാനായി 2.5 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ നീളമുള്ള സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ റണ്ണിങ് സ്റ്റിച്ച് ഒരു വശത്തൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ സാറ്റിൻ റിബൺ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ തുന്നിക്കൊടുത്ത നൂല് വെച്ചിട്ട് നന്നായി കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3-4 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പം നമുക്കിവിടെ ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിവിടെ 2 അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി അലിഗേറ്റർ ക്ലിപ്പിൽ നമ്മൾ ഇതേ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അലിഗേറ്റർ ക്ലിപ്പിൻ്റെ സെയിം വിഡ്ത്തിൽ തന്നെ നമ്മൾ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫുള്ളായിട്ട് ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണ്ട, ഹാഫ് മതി കേട്ടോ. നന്നായി ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഭാഗം വിട്ടിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ 2 അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഹെയർ ബാൻഡ് ആണ്. സാറ്റിൻ റിബൺ വെച്ച് തന്നെ ഇത് നമ്മൾ കവർ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ കവർ ചെയ്തെടുക്കുന്നു നോക്കാം. അപ്പോൾ ഹെയർ ബാൻഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് സാറ്റിൻ റിബൺ വെച്ചിട്ട് തന്നെ നമ്മൾ 5 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 സെൻറ്റിമീറ്റർ. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ സാറ്റിൻ റിബണിനെ 2ആയി മടക്കിയിട്ട് വെട്ടിക്കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിന് ചെയ്തെടുത്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇതിനും ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 വശം കൂടിയിട്ട് നന്നായി കെട്ടുക. അപ്പോൾ നമ്മൾ 3 വൈറ്റ് ഫ്ലവേഴ്സും 2 പർപ്പിൾ കളേഴ്സും ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫോം ഷീറ്റ് വെച്ചിട്ട് 5 സർക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻറ്ററിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക.
ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ക്യാൻവാസ് ആണ് കേട്ടോ. ക്യാൻവാസ് ഇതുപോലെ 5 സർക്കിൾസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സെൻറ്ററിൽ ഒരു ഹോളും ഇടുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ 5 ഫ്ലവേഴ്സും നമ്മൾ ഈ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോ ഇതേപോലെ ഒരു ഹെയർ ബാൻഡ് സെറ്റാണ് കേട്ടോ മേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എത്ര റേറ്റിനാണ് ഇത് കൊടുക്കുന്നതെന്ന്. അത് നമ്മൾ മെറ്റീരിയൽ മേടിക്കുന്നതിൻ്റെയും നമ്മളത് മേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ റേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ടൈം എടുക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടൈം നോക്കിയിട്ട് നമ്മൾ അതിന് റേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ കുറേ ടൈം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.